ആനന്ദ്, നമ്മുടെ ഈ KDLന്റെ വേദിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇപ്പോൾ ഒരുപാട് റൊമാൻറ്റിക് പെർഫോമൻസ് ഒക്കെ കാണിച്ചു. പക്ഷെ നമ്മുടെ ഈ KDLന്റെ വേദിയിൽ വേറൊരു റൊമാൻറ്റിക് ഹീറോ ഉണ്ട്. പക്ഷെ ആ റൊമാൻറ്റിക് ഹീറോ ഒരു റൊമാൻറ്റിക് പെർഫോമൻസ് കാണിച്ചില്ലെങ്കിൽ അത് വലിയൊരു തെറ്റല്ലേ? അല്ല, കാണിക്കാൻ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവന്നപ്പോ എന്റെ കഴുത്തിന് പിടിച്ചമർത്തി. അങ്ങനെ ചെയ്തു. അപ്പൊ അതിന് നമുക്കൊരു പരിഹാരം വേണം. ഇത്തവണ നമ്മുടെ ഒരു റൊമാൻറ്റിക് ഹീറോയിൻ ഒരാളും കൂടി വന്നിട്ടുണ്ട്. സെക്കൻഡ് റൊമാൻറ്റിക് ഹീറോയിനും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ചെറിയ നിവേദനമാണ്. രണ്ടുപേരും ചേർന്ന് ഒരു ചെറിയ പെർഫോമൻസ്. ഭരത് ആൻഡ് സംയുക്ത ഓൺ സ്റ്റേജ് പ്ലീസ്. പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றே Yes, thank you. ഇതാണ് റൊമാൻസ് അല്ലേ? എന്ന് പറയുന്നു. യെസ് ആണോ? വെറും 5 സെക്കൻഡ് കൊണ്ട് അവൻ മനസ്സിൽ തോന്നിയതുപോലെ അങ്ങ് ആടിയെന്നേ ഉള്ളൂ. യെസ് ആണോ? യെസ്, താങ്ക് യു. ഇനിയും ഇതുപോലെ ഒരുപാട് രോമാഞ്ചം നിറഞ്ഞ പ്രണയം നിറഞ്ഞ മുഹൂർത്തങ്ങൾ ഈ വേദിയിൽ എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. ഇവർ തന്നെ അത് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും സംയുക്തയും വരിക. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇപ്പോ ഞാൻ ചെയ്തില്ലേ, ഇനി രസ്ന ചേട്ടൻ. വെരി ഗുഡ്. പറ്റില്ല. അന്ന് രസ്ന ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ആ ഒരു പെർഫോമൻസിന് നിന്നത്. അപ്പൊ രസ്നയുടെ കഴുത്തിന് പിടിച്ച് അതിന്റെ വിഷമം ഇപ്പോഴും രസ്നയ്ക്കുണ്ട്. ജസ്റ്റ് ഒരു 20-30 seconds രസ്നയുടെ കൂടെ. ഓക്കേ, ഭരത് ആൻഡ് രസ്ന ഓൺ സ്റ്റേജ്. பூக்கும் தருணம் மாறுயிரே பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றே തള പൊളിച്ച്. എന്തായാലും ഒരു പെർഫോമൻസ് കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പൊ അതും കൂടി കണ്ടിട്ട് നമുക്ക് ബാക്കി. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ